എല്ലാവർക്കും ലതാസ് വേഡിയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ്. അതിന് കൂട്ടത്തിൽ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള കൂവപ്പൊടിയുടെ സെയിലുപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ യാതൊരു വിധ മായവും ചേർക്കാതെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഇവിടെ ആവശ്യക്കാർക്ക് നമ്മളുടെ അടുത്ത് വാട്സപ്പിൽ ബന്ധപ്പെട്ട നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുതരാം കേട്ടോ. ഞാൻ വീട്ടിലെങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇത് മോർണിംഗ് ഗ്ലോറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നിറയെ പൂക്കളുണ്ടാവും. പിന്നെ ഒരു ചെറിയ തൈ വെച്ചാൽ നിറയെ പൊട്ടി പൊട്ടി ഉണ്ടായിട്ട് ഇപ്പോൾ ഈ ഒരു ചതുരച്ചട്ടി പോലത്തേലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൽ നിറഞ്ഞ് കിടക്കുന്ന പോലെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ. ഈ പൂവുള്ള ചെടി നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട്. ഇത് നിറച്ച് കുറച്ച് ഉയരത്തിൽ വന്നിട്ട് ഇതിൽ കാണുന്ന പോലെ കൊലയായിട്ട് പൂവുണ്ടാവുന്ന ഒരു റോസ് ചെടിയാണ്. ഇതിൻ്റെ കട്ടിങ്സ് വെട്ടിയിട്ടാണ് നമ്മളിത് തൈകൾ ഉണ്ടാക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ വൈറ്റ് കളറുള്ളതും ഇതിൻ്റെ തന്നെ പിങ്കും നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലുള്ളത് വൈറ്റാണ്. പിങ്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടേ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളൂ. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താം, ബുഷിയായിട്ട് ചട്ടിയിൽ വളർത്താം. അത് ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ മേടിച്ച ഒരു തൈയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ എനിക്ക് കൊടുക്കാണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ തൈകൾ ഉണ്ടാക്കി. ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള തൈകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഈ പ്ലാന്റ്സിൻ്റെ തൈകളും ഇപ്പം നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് ഇതിൻ്റെ 20 തൈകൾ മേടിച്ച്. കാരണം അവർക്ക് ബോർഡർ സെറ്റ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ആരും ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാണ്ടായില്ല. എന്നിട്ടിപ്പോൾ ഞാനത് വെച്ച് വേറെ പിടിപ്പിച്ചു കുറച്ച് തൈകൾ. അതാണ് ഇപ്പോഴത്തെ ഈ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന പോലത്തെ നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവർക്കും അയക്കുന്നത്. ഇത് വൈറ്റ് പീസ് ലില്ലിയാണ് കേട്ടോ. ഇത് നമ്മളുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നല്ല മൂവിങ് ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് കൊടുക്കാൻ തികഞ്ഞില്ല. ഉണ്ടാക്കിയ തൈകളൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഇതിപ്പോൾ രണ്ടാമത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മളിപ്പോൾ അയക്കാൻ പോണത് കേട്ടോ. പിന്നെ കാര്യമായിട്ട് വലിയ പരിചരണമൊന്നും വേണ്ട. ഇത് സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഒരു ചെറിയ തൈ വെച്ചാൽ തന്നെ നല്ല ബുഷിയായിട്ട് ചട്ടി നിറച്ചും ഇതിൽ കാണുന്ന പോലെ ഉണ്ടയായിട്ടുണ്ടാവും. പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ക്രീപ്പറായിട്ട് കയറ്റി കൊടുക്കണം എന്നാണ് ഇഷ്ടം വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യുക. രണ്ട് രീതിയിലും ഇത് വളർത്താൻ പറ്റും കേട്ടോ. ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനും ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയാണ്. ചട്ടിയിലായാലും ഒരു 5-6 ചട്ടിയിൽ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുള്ളതാണ്. ഇത് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ചൊരു 5-8 തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. ഇത് അഗ്ലോണിമയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിനുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുറച്ച് ഇതിനേക്കാളും ചെറിയത് ഇതിൻ്റെ തൈകൾ തന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് നമ്മളെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടാണ് ഉള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് കളറൊക്കെ കയറി വന്നതാണ്. സീഡ്ലിങ്സ് ഒന്നും അല്ല. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ 3 ഇലകളുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് ഇനി വേറെ ഉള്ള തൈകളും നമ്മളുടെ അടുത്ത്. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരുകൾ എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത് നല്ല വലിയ ഇലകളായതുകൊണ്ട് ഇതിൻ്റെ കളറിൻ്റെ ഒരു കോമ്പിനേഷനും കാരണം ഇത് നല്ല ഭംഗിയാണ്. ചട്ടിയിൽ നിറഞ്ഞുണ്ടായി നിൽക്കുന്നതാണിത്. ഇതിൻ്റെ തൈകൾ ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. അത് അത്ര ചെറുതൊന്നുമല്ല, സീഡ്ലിങ്സും അല്ല. ഇതിൽ കാണിച്ച പോലെ 2-3 ഇല വന്നതാണ്, അത് വലിയ ഇല വന്നതുമാണ്. നല്ല ചെറിയ തൈകളല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതായി കാണിക്കുന്ന പോലത്തെ അതാണ് നമ്മൾ തരിക. മദർ പ്ലാന്റ് നമ്മൾ ഇതിൻ്റെ കൊടുക്കില്ല. ഇത് ഡ്രസ്സീനയാണ് കേട്ടോ. ഇത് ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റിയാണ്. വേറെ വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ ഇതാണ് സെയിലിന് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ അടുത്തുനിന്ന് സെയിലിനിട്ട ഒരുപാട് ആൾക്കാർ എപ്പോഴാലും മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു വെറൈറ്റിയാണ് ഇത്.
തണലത്തായാലും വെയിലത്തായാലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റണതാണ് കേട്ടോ. ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് വലിയ മദർ പ്ലാന്റ് ആണ്. ഇത് നിറച്ച് പൊട്ടിത്തഴച്ച് ഉണ്ടായി നിൽക്കുന്നതാണ്. ഇതിൻ്റെ 2 ഇലയായിട്ടുള്ളതാണ് ഇതിൻ്റെ തൈകൾ. ഇതാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരിക. അത് നമ്മൾ അയക്കുന്നതല്ല. അതിന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കി പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ തൈകളൊക്കെ. ഇത് പെട്ടെന്ന് തൈകൾ ഉണ്ടാവും കേട്ടോ, നിറയെ പൊട്ടി ഉണ്ടാവും. പിന്നെ ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളും ഇപ്പം നമ്മളെ അടുത്തുണ്ട്. തൈകളെന്ന് പറഞ്ഞാൽ ചെറിയ സീഡ്ലിങ്സോ തൈകളോ അല്ല, വലിയ തൈകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ കാണിച്ച പോലെ ഒരു മഞ്ഞ പൂവുണ്ടാവണ ഒരു ഇലച്ചെടിയാണ്. പക്ഷേ അതിന് പൂവുണ്ടാവും. ഇതിൻ്റെ പൂവുണ്ടാവാത്തപ്പോഴും ഇതിൻ്റെ നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ പൂവുള്ളപ്പോൾ വേറൊരു പ്രത്യേക ഭംഗിയാണ്. പൂവുണ്ടായി കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്ത് കളയും. അപ്പോൾ പിന്നെയും ഒരു തൂമ്പ് വന്നിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും ഇതുമ്പോൾ പൂക്കൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആയാലും പൂക്കൾ ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഇത് കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളും ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. ഇതിന്ന് പറിച്ചെടുത്തിട്ടാണ് നമ്മൾ ഓരോ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് പൊട്ടിത്തഴിച്ചുണ്ടായി നിറയെ ചട്ടിയിലുണ്ടാവും. ഇതുപോലത്തെ ഓരോ തൈകളാണ് കേട്ടോ നമ്മളിപ്പോൾ സെയിൽ ചെയ്യണത്. അത് വെച്ചാൽ പെട്ടെന്ന് പൊട്ടി ഉണ്ടായിക്കോളും. ഇത് ബിരിയാണി ഇല, രമ്പയില, ബിരിയാണി കൈത, അങ്ങനെ പല പേരിലും പല സ്ഥലത്തും പറയും കേട്ടോ. ഇത് മസാലക്കറിയിലേക്കായാലും കുറുമയിലേക്കായാലും നെയ്ച്ചോറ്, ബിരിയാണി ഇതിലേക്കൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനം. ഇത് നമുക്ക് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം. പച്ച അപ്പം തന്നെ പൊട്ടിച്ചുകൊണ്ടുപോയിട്ട് ഇട്ടിട്ട് കറി ഉണ്ടാക്കാം. ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒരിലയുടെ പകുതിയൊക്കെ നമുക്ക് മതി. നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഉണക്കി വയ്ക്കൊന്നുമില്ല, അതപ്പം തന്നെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കുക ചെയ്യുക. ഇത് ഫിലോഡെൻഡ്രോണാണ്. ഇതിൽ കാണുന്ന പോലത്തെ തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. മിനിമം 100 രൂപയ്ക്കെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാൻ എല്ലാവരും സഹകരിക്കണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.